കാഴ്ച പരിമിതരുടെ സംഘടനയായ കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡിന്റെ നേതൃത്വത്തിൽ നിയമസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ഭിന്നശേഷി പെൻഷൻ കുടിശ്ശിക അടക്കമുള്ള ആവശ്യങ്ങളോട് പ്രതിഷേധിച്ചാണ് സമരം. പിണറായി സർക്കാരിന്റെ ഭരണത്തിൽ ജീവിതം വഴിമുട്ടിയ സ്ഥിതിയായെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. മുടങ്ങിക്കിടക്കുന്ന ക്ഷേമ പെൻഷൻ കുടിശ്ശിക നൽകുക, സർക്കാർ എയ്ഡഡ് മേഖലകളിൽ സംവരണം ഉറപ്പാക്കുക, ഭിന്നശേഷി പെൻഷൻ വ്യക്തിഗത വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അനുവദിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ നേതൃത്വത്തിൽ നിയമസഭയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ചിൽ കാഴ്ച പരിമിതരായ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. ഭിന്നശേഷിക്കാരോട് സർക്കാരിന്റെ സമീപനം വഞ്ചനാത്മകമാണെന്നും തങ്ങളുടെ ആവശ്യങ്ങൾക്ക് നേരെ സർക്കാർ കണ്ണടക്കുകയാണെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. ഈ സർക്കാർ പറയുന്നത് ജനപക്ഷ സർക്കാർ എന്നാണ്. എങ്ങനെയാണ് ഭിന്നശേഷിക്കാരായ ആളുകളെ ദ്രോഹിക്കുന്ന ഈ സർക്കാരിനെ എങ്ങനെയാണ് ജനപക്ഷ സർക്കാർ എന്ന് ഇവർ പറയാൻ വേണ്ടി കഴിയുക? ആലോചിക്കേണ്ട വിഷയമാണ്. തീർച്ചയായും കാഴ്ചയില്ലാത്തവരുൾപ്പെടെയുള്ള ഭിന്നശേഷിക്കാർ അഭിമുഖീകരിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾക്ക്, സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഒരു ചെറിയ ആശ്വാസം എങ്കിലും ആകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഈ ഭിന്നശേഷി പെൻഷൻ കഴിഞ്ഞ 6 മാസമായി മുടങ്ങിക്കിടക്കുകയാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഭിന്നശേഷിക്കാരുടെ ജീവിതം. ക്ഷേമ പെൻഷനുകൾ അടക്കം മുടങ്ങിയതോടെ ജീവിതം ദുരിതത്തിലായതും പ്രതിഷേധക്കാർ പരാതിപ്പെടുന്നു. മുമ്പൊക്കെ മറ്റു പെൻഷനുകളെ അപേക്ഷിച്ച് ഭിന്നശേഷി തീവ്ര വൈകല്യമുള്ളവർക്ക് നൽകുന്ന ഭിന്നശേഷി ക്ഷേമ പെൻഷനിൽ ഒരു വർധനവുണ്ടായിരുന്നു. എന്നാൽ ഈ സർക്കാർ വന്ന ശേഷം പെൻഷൻ ഏകീകരണം നടപ്പിലാക്കിയപ്പോൾ സംരക്ഷിത വിവേചനം എന്ന ഭരണഘടനാ തത്വം തന്നെ കാറ്റിൽ പറത്തിയിരിക്കുകയാണ്. പെൻഷൻ തന്നേക്കാ വേറൊന്നും വേണ്ട, നമ്മൾക്ക് ഒരു ഇതും വേണ്ട. നമ്മൾ അടി ചെയ്യാൻ വന്നതല്ല, കുഴപ്പാക്കാൻ വന്നതല്ല, നമ്മൾ പെൻഷന്റെ അവകാശം മേടിക്കാൻ വേണ്ടി വന്നോളൂ. വിവിധ ജില്ലകളിൽ നിന്നായി നിരവധി പേർ മാർച്ചിന്റെ ഭാഗമായി. സർക്കാർ നിലപാടിൽ മാറ്റം വരാത്ത സാഹചര്യത്തിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് പ്രതിഷേധക്കാർ അറിയിച്ചു. ജനം, തിരുവനന്തപുരം.